കുറച്ചൊരു ഞങ്ങളൊരു 80s ആണ്. അപ്പോൾ റഫ് ആൻഡ് ടഫ് വാങ്ങൂ, റഫ് ആൻഡ് ടഫ് ധരിക്കൂലു, അങ്ങനെ ഒരു പരസ്യം ഓർമ്മയുണ്ടോ? റഫ് ആൻഡ് ടഫ് ജീൻസിന്റെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ചാടി വീണിട്ട് അക്ഷയ് കുമാറിന്റെ ദൂരദർശനിലൊക്കെ വന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ രവീണ ടണ്ടന്റെ ഒരു പരസ്യം ലിത്തെ ലിത്തെ ലൗജാ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ രണ്ട് അതെ. അപ്പോൾ ഈ പരസ്യം എപ്പോഴും 4 മണീൻ്റെ ഇടയിലുള്ള ആ സിനിമയ്ക്ക് വരും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ദിനേശ് ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാക്കീസ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഹിന്ദി അറിഞ്ഞൂടെങ്കിലും ഖിലാഡിയൻ കാ ഖിലാഡി എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ സുബ്രോൾ മട്ടത്തിൽ വിചാരിച്ചില്ല എന്ന് പറയൂലേ. അപ്പോൾ ഒരു എപ്പോഴൊരു വിദൂര സ്വപ്നം പോലും എനിക്കില്ല ഏതെങ്കിലും കാലത്ത് ഇദ്ദേഹത്തോടൊപ്പം ഒരു നാഷണൽ അവാർഡ് പങ്കിടാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടായില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അദ്ദേഹം ഒരു പ്രസിഡൻ്റൊക്കെ വരുന്നത് പോലെ തന്നെ ഒരു 10-25 ബോഡി ഗാർഡോട് കൂടിയിട്ടൊക്കെയാണ് ആ വേദിയിൽ വന്നത്. തലേന്ന് നമുക്ക് അതിന് എങ്ങനെയൊക്കെ സമ്മാനം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് റിഹേഴ്സലൊക്കെ ഉണ്ട്. അപ്പോൾ പ്രസിഡൻറ്റിനെ നമുക്ക് തൊടാൻ പാടില്ല, ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് വാങ്ങണം. ഞാൻ ഇതിൻ്റെയൊക്കെ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്, അദ്ദേഹം അടുത്ത് വന്ന് ഇരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നമ്മൾ മലയാളികളല്ലേ, കോഴിക്കോട്ടുകാരല്ലേ, അടുത്തൊരു ബാഗ് അത്ര ജാടയിലൊന്നും എനിക്കിരിക്കാൻ പറ്റിയില്ല, സത്യമായിട്ട് പറയാം. ഞാൻ മെല്ലെ മൂപ്പരെ തോണ്ടി ഇങ്ങനെ ചോദിച്ചതാ, മേ ആപ്കാ ബഹുത് ബഡാ ഫാൻ ഹേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ വെച്ച് ചോദിച്ചപ്പോൾ പുള്ളിയുടെ 115ാമത്തെ എത്രയോ പടമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ എന്നെപ്പോലെ തന്നെ ലൈറ്റായിട്ടൊന്നിങ്ങനെ ഒന്ന് തള്ളിവിട്ടതായിരുന്നു. പക്ഷെ സത്യമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു മുഴുനീള സിനിമയിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് മിന്നാമിനുങ്ങ ദ ഫയർഫ്ലൈ എന്ന് പറഞ്ഞ സിനിമ. വെറും 11 ദിവസം മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. MIT മൂസേൻ്റെ ഗ്യാപ്പിൽ പോയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഇവിടെ MIT മൂസയിലെ പാത്തുവിൻ്റെ സ്ലാങ് ചെയ്യുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം സ്ലാങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. നമ്മളെ തലയിലൊക്കെ എന്തോ ഒരു യോഗമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം നിന്ന് ആ ഒരു അവാർഡ് വാങ്ങിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. എന്തായാലും എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്ത്, ഞാനിവിടെ പറയുകയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അക്ഷയോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. തീർച്ചയായും നമ്മളത് അറിയിക്കുന്നതുമായിരിക്കും. എനിവേ ഈ ഒരു വീഡിയോ വൈറലാവാൻ സാധിച്ചുണ്ട്. ആ ഒരു വീഡിയോയും വൈറലായിരുന്നു. അതെ, അക്ഷയ് കുമാർ, അദ്ദേഹത്തോട് ആ വലിയ നടനോട് വളരെയധികം നന്ദിയുണ്ട്. അദ്ദേഹത്തിന് ഇത് ഓർത്ത് വെക്കേണ്ടയോ അല്ലെങ്കിൽ പറയേണ്ടോ ഒന്നും ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ആ ഒരു ഇൻസിഡൻറ്റ് ഓർത്ത് വെക്കുകയും അത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിൽ വളരെ അഭിമാനവും സന്തോഷവും എനിക്കുമുണ്ട്. താങ്ക് യു സോ മച്ച് മാം. ആ ഒരു